ഹിസ്റ്ററി ഓഫ് എവല്യൂഷണറി തോട്ട്. എവല്യൂഷണറി ബയോളജിയുടെ ഒരു ഫൗണ്ടിങ് ഫാദറായിട്ട് മോഡേൺ ബയോളജിസ്റ്റുകളും സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയും കൺസിഡർ ചെയ്യുന്നത് ചാൾസ് ഡാർവിനെയാണ്. ചാൾസ് ഡാർവിൻ ജീവിച്ചിരുന്ന കാലഘട്ടം 19th സെഞ്ച്വറിയാണ്. അപ്പോൾ ഹിസ്റ്ററി ഓഫ് എവല്യൂഷണറി തോട്ടിനെ ഡാർവിൻ്റെ കാലഘട്ടത്തിനെ ബേസ് ചെയ്തിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രീ ഡാർവീനിയൻ പീരീഡ്, ഡാർവീനിയൻ പീരീഡ്, ദെൻ പോസ്റ്റ് ഡാർവീനിയൻ പീരീഡ്. പ്രീ ഡാർവീനിയൻ പീരീഡ് എന്ന് പറയുന്നത് 18ാം നൂറ്റാണ്ട് തീരുന്നത് വരെയുള്ള എവല്യൂഷണറി തോട്ട്സും തിയറീസും ഉൾപ്പെടുന്നതാണ്. ഇനി ഡാർവീനിയൻ പീരീഡ് എന്ന് പറയുന്നത് ഡാർവിൻ ജീവിച്ചിരുന്ന ആ 19th സെഞ്ച്വറി ആ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ടംപററീസ് ഈ എവല്യൂഷണറി ബയോളജിയിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തി എന്നുള്ളതാണ് ഡാർവീനിയൻ പീരീഡിൽ മെയിനായിട്ടും വരുന്നത്. ഇനി പോസ്റ്റ് ഡാർവീനിയൻ പീരീഡ് എന്ന് പറയുന്നത് ഡാർവിന് ശേഷം വന്ന എവല്യൂഷണറി ബയോളജിസ്റ്റുകൾ ഡാർവിൻ്റെ തിയറിയെ എങ്ങനെ മോഡിഫൈ ചെയ്തു, അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന മോഡേൺ ടെക്നോളജിയെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മോഡേൺ സയൻസിൻ്റെ ഫൈൻഡിങ്സിനെ ബേസ് ചെയ്തിട്ട് എവല്യൂഷണറി ബയോളജിയെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതെല്ലാം ഇവിടെ വരും, പോസ്റ്റ് ഡാർവീനിയൻ പീരീഡിൽ വരും. ഇപ്പോൾ ഡാർവിനാണ് ഏറ്റവും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള എവല്യൂഷണറി ബയോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനുള്ള കാരണം അദ്ദേഹം ആണ് ഏറ്റവും ആപ്റ്റായിട്ട് എവല്യൂഷണറി പ്രോസസ്സിനെ, എവല്യൂഷണറി ട്രാൻസ്ഫോർമേഷനെ എക്സ്പ്ലെയിൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ നാച്ചുറൽ സെലക്ഷൻ ആ കൺസെപ്റ്റ് വേൾഡ് വൈഡായിട്ട് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടു. അതായത് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള പബ്ലിക്കും ഈ പർട്ടിക്കുലർ കൺസെപ്റ്റിനെ വളരെയധികം ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഒരു എവല്യൂഷണറി ബയോളജിയുടെ ഫൗണ്ടിങ് ഫാദറായിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെ ബേസ് ചെയ്തിട്ട് എവല്യൂഷണറി തോട്ടിൻ്റെ ഹിസ്റ്ററിയെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. തിയറീസ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ. ഓർഗാനിക് എവല്യൂഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കൺസെപ്റ്റ്സും തിയറീസും ഒക്കെ ബയോളജിസ്റ്റുകൾ, ഗ്രേറ്റ് തിങ്കേഴ്സ്, ഫിലോസഫേഴ്സ് ഒക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ തിയറീസ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ എന്ന് പറയുന്ന സെഷനിൽ നമ്മൾ വളരെ ലിസ്റ്റ് ചെയ്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മാത്രമേ ഉള്ളൂ തിയറീസും കൺസെപ്റ്റ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അതിനുള്ള കാരണം പലരും പുരാതന കാലത്ത് എവല്യൂഷണറി ബയോളജിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ച പലരും അവർ വളരെ ഇമാജിനേറ്റീവായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെയാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കൺസെപ്റ്റ്സിനെ ഒന്നും നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല. ഏറ്റവും ഒരു തിയറി എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന കൺസെപ്റ്റ്സിനെ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരെ മാത്രമേ ഉള്ളൂ തിയറീസ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ എന്ന് പറയുന്ന സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് വൺ ലാമാർക്കിസം ആണ്, പുട്ട് ഫോർവേഡ് ബൈ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറയുന്നത് 1744 തൊട്ട് 1829 വരെ ജീവിച്ചിരുന്ന ഒരു വളരെ എമിനൻ്റ് ആയിട്ടുള്ള ഒരു ബയോളജിസ്റ്റ് ആയിരുന്നു. ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് ദ ഫസ്റ്റ് കംപ്ലീറ്റ് തിയറി ഓഫ് എവല്യൂഷൻ. അതായത് എവല്യൂഷനെ ബേസ് ചെയ്തിട്ട് എവല്യൂഷണറി ട്രാൻസ്ഫോർമേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് തിയറിയെ ആദ്യമായിട്ട് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് മുമ്പിൽ പബ്ലിഷ് ചെയ്ത ഒരു വ്യക്തിയാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. ഇതിന് മുമ്പുള്ള ആൾക്കാർ, ലാമാർക്കിന് മുമ്പുള്ള പലരും എവല്യൂഷണറി ബയോളജിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ എക്സ്പ്ലനേഷൻ ഒരു തിയറി എന്നുള്ള രീതിയിൽ ഫോർമുലേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ ഇൻവെർട്ടിബ്രേറ്റ് സുവോളജി. അതായത് എവല്യൂഷണറി ബയോളജിയിൽ മാത്രമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ്, ഇൻവെർട്ടിബ്രേറ്റ് സുവോളജിയിൽ വളരെ കോൺട്രിബ്യൂഷൻസ് നടത്തിയ ഒരു വ്യക്തിയാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ടാക്സോണമിയിലും ക്ലാസിഫിക്കേഷനിലും ഒക്കെ അപാര പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹി വാസ് ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ടു ഡിസ്കാർഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫിക്സ്ഡ് സ്പീഷീസ്. അതായത് സ്പീഷീസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് അല്ല, അത് ഡൈനാമിക് ആണ്, അവ ചേഞ്ചിന് വിധേയമാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വ്യക്തിയാണ് ലാമാർക്ക്. He was also the first one to state explicitly that
കോംപ്ലക്സ് ഓർഗാനിസംസ് ആർ ഇവോൾവ്ഡ് ഫ്രം സിംപ്ലർ വൺസ്. അതായത് സിംപിളർ ആയിട്ടുള്ള ആൻസിസ്റ്റേഴ്സിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫ് ഫോംസ് ഇവോൾവ് ചെയ്യുന്നു എന്നുള്ളത് ആദ്യമായിട്ട് സ്റ്റേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ലാമാർക്ക് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ തിയറിയാണ്, അദ്ദേഹം കൊണ്ടുവന്ന കൺസെപ്റ്റാണ് ലാമാർക്കിസം എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ ലാമാർക്കിസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ലാമാർക്കിസത്തിനെ വേറെ 2 പേരുകളിൽ അറിയപ്പെടാറുണ്ട്. ദ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് ഓർ യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി. ഈ 2 പേരുകളും ഓർത്ത് വെക്കുക. ഇപ്പോൾ ലാമാർക്ക് അദ്ദേഹത്തിൻ്റെ തിയറിയെ പബ്ലിഷ് ചെയ്തത് ഫിലോസഫിക് സുവോളജിക്ക എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷനിലാണ്. അത് 1809 അദ്ദേഹം ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാമാർക്കിസം എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 മേജർ പോസ്റ്റുലേറ്റ്സ് അല്ലെങ്കിൽ പോയിന്റ്സ് ആണ് ലാമാർക്കിസത്തിൽ ഉള്ളത്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് നേച്ചർ ടെൻഡ് ടു ഇൻക്രീസ് ദ സൈസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആൻഡ് ദെയർ കോമ്പോണൻറ്റ് പാർട്സ്. ഇപ്പം നേച്ചറിന് എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ഓർഗാനിസംസ് എല്ലാം അത് എർലി സ്റ്റേജസിൽ സൈസ് കുറവുള്ളതും പിന്നീട് ലേറ്റർ ഡെവലപ്മെൻറ്റിൽ അതിൻ്റെ സൈസ് കൂടുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അത് പർട്ടിക്കുലർ ഓവറോൾ ഒരു ഓർഗാനിസത്തിൻ്റെ സൈസിൽ മാത്രമല്ല സംഭവിക്കുന്നത്, കമ്പോണൻ്റ് ആയിട്ടുള്ള പാർട്സിനും എന്ത് നടക്കുന്നു, സൈസിൽ ഇൻക്രീസ് ഉണ്ടാക്കുന്നു. അപ്പം ഇൻക്രീസ് ഇൻ സൈസ് അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്. എല്ലാ ഓർഗാനിസവും അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഇൻബോൺ ആയിട്ടുള്ള ടെൻഡൻസി കാണിക്കുന്നു. ദെൻ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്, ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഓർഗൻസ് ഇൻ ദ ബോഡി ഈസ് ദ റിസൾട്ട് ഓഫ് ന്യൂ നീഡ്സ് ഫെൽറ്റ് ബൈ ദ ഓർഗാനിസം. അതായത് ഒരു ഓർഗാനിസത്തിൽ പുതിയ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നത് ആ ഓർഗാനിസത്തിന് പുതിയ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉള്ളപ്പോഴാണ്. അതായത് പുതുതായിട്ടൊരു ഓർഗൻ ഉണ്ടാവുന്നത് ആ ഓർഗൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യം ആ ഓർഗാനിസത്തിന് തന്നെ ഫീൽ ചെയ്യുമ്പോഴാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, കോൺസ്റ്റന്റ് യൂസ് ഓഫ് ആൻ ഓർഗൻ ലീഡ്സ് ടു ഇറ്റ്സ് ബെറ്റർ ഡെവലപ്മെന്റ് വൈൽ ഡിസ്യൂസ് കോസസ് ഇറ്റ്സ് റിഡക്ഷൻ ആൻഡ് ഡീജനറേഷൻ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓർഗാനിസം അതിൻ്റെ ഓർഗൻസിനെ യൂസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യപ്പെടുന്ന ഓർഗൻസ് ബെറ്റർ ഡെവലപ്ഡ് ആവും. ഇനി ഈ ഓർഗൻസിനെ യൂസ് ചെയ്യുന്നില്ലെന്ന് വിചാരിക്കുക, ചില തരത്തിലുള്ള ഓർഗൻസിനെ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ലെന്ന് വിചാരിക്കുക, അപ്പോൾ അതിൻ്റെ റിഡക്ഷനും ഡീജനറേഷനും സംഭവിക്കും. അത് ബെറ്റർ ഡെവലപ്ഡ് ആകില്ല എന്നുള്ളതാണ്. യൂസ് ചെയ്താൽ ബെറ്റർ ഡെവലപ്ഡ് ആവും, ഡിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിഡക്ഷൻ ആൻഡ് ഡീജനറേഷൻ ആണ്. ഇനി നാലാമത്തെ പോയിന്റ്, ക്യാരക്ടറിസ്റ്റിക്സ് അക്വയർഡ് ബൈ ദ എബോവ് പ്രിൻസിപ്പിൾസ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ബൈ ആൻ ഓർഗാനിസം ആർ ഇൻഹെറിറ്റഡ് ബൈ ഇറ്റ്സ് ഓസ്പ്രിങ്സ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതായത് നീഡിനനുസരിച്ച് പുതിയ ഓർഗൻസ് ഉണ്ടാകുന്നു, യൂസിനനുസരിച്ചിട്ട് ഓർഗൻസ് ബെറ്റർ ഡെവലപ്ഡ് ആവുന്നു, ഡിസ്യൂസിനനുസരിച്ചിട്ട് ലോസ്റ്റ് ആയി പോകുന്നു. ഇതുപോലെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഓർഗാനിസത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് അതിൻ്റെ ഓസ്പ്രിങ്സിലേക്ക് ട്രാൻസ്മിറ്റഡ് ആവുന്നു. Characteristics acquired by above principles during the lifetime by an organism are inherited by its offsprings. Inheritance of acquired characters. ഇപ്പോൾ ഇവിടെ 2 മേജർ കൺസെപ്റ്റ്സ് ആണ് ഉള്ളത്, യൂസ് ആൻഡ് ഡിസ്യൂസ്, ദെൻ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. ഇനി അദ്ദേഹം അതിനു വേണ്ടി കുറേ എക്സാമ്പിൾസ് ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ യൂസ് തിയറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. വെബ് ഓഫ് അക്വാട്ടിക് ബേർഡ്സ്, ഡക്സ് പോലെയുള്ള അക്വാട്ടിക് ബേർഡ്സിൻ്റെ ഫീറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ടോസിൻ്റെ ഇടയ്ക്ക് ഒരു സ്കിന്നിൻ്റെ പോർഷൻ കാണും. ആ ടോസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് വേക്കൻ്റ് അല്ല, അവയിൽ ഒരു സ്കിന്നിൻ്റെ പോർഷൻ അറ്റാച്ച്ഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബേർഡ്സ് അക്വാട്ടിക് ബേർഡ്സ് ആണ്, അപ്പോൾ അവയെ സ്വിം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ലാമാർക്കിസം പറയുന്നത് ഈ അക്വാട്ടിക് ബേർഡ്സിൻ്റെ ആൻസിസ്റ്റേഴ്സിന് ഇതുപോലുള്ളൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല. ഇവർ അക്വാട്ടിക് എൻവയോൺമെൻറ്റിലേക്ക് വന്നപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ ലെഗ്സ് സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, ഇവരുടെ ടോസിൻ്റെ ഇടയ്ക്ക് ഈ വെബ് എന്ന് പറയുന്നത്
സ്ട്രക്ചർ ഉണ്ടായി. ഇപ്പം വെബ് ഓഫ് അക്വാട്ടിക് ബേർഡ്സ് വേർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കണ്ടിന്യൂസ് യൂസ് ഓഫ് ദെയർ ലെഗ്സ് ഫോർ സ്വിമ്മിങ്. അപ്പോൾ അവർ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ ലെഗ്സ് ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ വെബ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടായത്. ഇനി രണ്ടാമത്തെ യൂസ് തിയറിയുടെ എക്സാമ്പിളാണ് ലോങ് നെക്ക് ഓഫ് ജിറാഫ്. നിങ്ങൾക്കറിയാം ജിറാഫിന് വളരെ മറ്റുള്ള മാമൽസിനെ അപേക്ഷിച്ച് വളരെ നീളം കൂടിയ ഒരു കഴുത്തുണ്ട്. അപ്പം അതിനുള്ള കാരണം ലാമാർക്ക് പറയുന്നത് ഈ ജിറാഫിൻ്റെ മോഡേൺ ജിറാഫിൻ്റെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അതൊരു ഗ്രേസിംഗ് ടൈപ്പ് ആനിമൽ ആയിരുന്നു. ഈ ഗ്രേസിംഗ് ടൈപ്പ് ആനിമൽ അത് പുല്ല് ഉള്ള ഗ്രാസ് ലാൻഡ്സിലൊക്കെയാണ് സാധാരണ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള ഗ്രാസ് ലാൻഡിന് കുറവ് സംഭവിച്ചപ്പോഴേക്കിന് എന്ത് ഉണ്ടായി കാണും? അതിന് ഫുഡിന് സ്കേഴ്സിറ്റി ഉണ്ടായി കാണും. ഓക്കെ, അപ്പോൾ ഈ ഗ്രാസ് ഗ്രേസ് ചെയ്ത് ജീവിച്ചിരുന്ന ആ വെറൈറ്റി കുറച്ചുകൂടെ നീളമുള്ള ചെടികളും അതുപോലെയുള്ള മരങ്ങളിൽ നിന്നുമൊക്കെ അതിൻ്റെ ഫോളിയേജ് ഒക്കെ ഭക്ഷിക്കാൻ വേണ്ടി നിർബന്ധിതമായി. അപ്പോൾ അങ്ങനെ അത് ഭക്ഷിക്കണമെങ്കിൽ, നീളം കൂടിയ മരത്തിൻ്റെ ചില്ലകളിലുള്ള ഇല ഭക്ഷിക്കണമെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് കൂടുതൽ അതിൻ്റെ ബോഡിയെ സ്ട്രെച്ച് ചെയ്യണം. ഇപ്പം നേരത്തെ അതിൻ്റെ നെക്കിന് ലെങ്ത് കുറവായിരുന്നു. ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇങ്ങനെ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബോഡിയെ സ്ട്രെച്ച് ചെയ്തപ്പോൾ, അതിൻ്റെ നെക്ക് റീജിയൻ സ്ട്രെച്ച് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അതിൻ്റെ നെക്കിന് ഓവറോൾ പ്രോഗ്രഷൻ ഉണ്ടായി. അത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു നെക്കായിട്ട് മാറി. അപ്പം നെക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതുകൊണ്ട് അത് എന്ത് ചെയ്തു? ബെറ്റർ ഡെവലപ്ഡ് ആയി. ഓക്കെ, ഇനി ലോങ് ട്രങ്ക്സ് ഓഫ് എലിഫൻസ്. എലിഫൻസിന് വളരെ നീളമുള്ള തുമ്പിക്കൈയുണ്ട്. അപ്പം ഈ എലിഫൻസിൻ്റെ ആൻസിസ്ട്രൽ ഫോമിന് ഇങ്ങനെയുള്ള ഒരു തുമ്പിക്കൈ പോലെയുള്ള ഒരു സ്ട്രക്ചർ ഇല്ല. പ്രൊബോസിസ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രൊബോസിസ് റീജിയൻ, നോസ് റീജിയൻ അത് യൂസ് ചെയ്തത് കൊണ്ട് ആ ട്രങ്കിന് എന്ത് സംഭവിച്ചു? ഓവറോൾ ലെങ്തനിങ് ഉണ്ടായെന്നുള്ളതാണ്. ഓക്കെ, അപ്പം യൂസ് കൊണ്ട് ഓർഗൻസ് എന്തായി? ബെറ്റർ ഡെവലപ്ഡ് ആയി. ഇനി ഡിസ്യൂസ് തിയറിക്കുള്ള എക്സാമ്പിൾസ് ആണ്. ലോസ് ഓഫ് ലിംസ് ഇൻ സ്നേക്സ്. ഇപ്പോൾ സ്നേക്സിൻ്റെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ലിസാർഡ് ലൈക്ക് ഫോംസ് ആയിരുന്നു. അപ്പം ലിസാർഡ് ലൈക്ക് ഫോംസ് എന്ന് പറയുമ്പോൾ അവയ്ക്ക് എന്തുണ്ട്? ഫോർ ലിംസും ഉണ്ട്, ഹൈൻഡ് ലിംസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ പൈത്തൺ പോലെ അല്ലെങ്കിൽ ബോവ പോലെയുള്ള ഈ മാസീവായിട്ടുള്ള സ്നേക്സിനെ നോക്കിക്കഴിഞ്ഞാൽ ആ സ്നേക്സിൻ്റെയൊക്കെ ക്ലോയേക്കൽ റീജിയണിൽ വളരെ സ്റ്റംപി ആയിട്ടുള്ള വെസ്റ്റീജിയൽ ഹൈൻഡ് ലിംസ് കാണും. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെസ്റ്റീജസ് ഓഫ് ഹൈൻഡ് ലിംസ്. അതായത് ഇതിൻ്റെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കാലുകളുള്ള ലിസാർഡ് ലൈക്ക് ഫോം ആണെന്ന് തെളിയിക്കുന്ന ഒരു ഓർഗനാണ്, അല്ലെങ്കിൽ ഒരു ബോഡി പാർട്ടാണ് ഈ പറഞ്ഞ വെസ്റ്റീജിയസ് ഓഫ് ഹൈൻഡ് ലിംസ് പ്രസൻറ്റ് ഇൻ ദ ക്ലോയേക്കൽ റീജിയൻ ഓഫ് സ്നേക്സ്. ഓക്കെ, അപ്പം ഈ ബോവയിലും അതുപോലെ തന്നെ പൈത്തണിലും ഒക്കെ പെരുമ്പാമ്പിലും ഒക്കെ ഇത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ലാമാർക്കിസം പറയുന്നത് ഈ സ്നേക്സിൽ ലിംസ് ലോസ് ആയി പോകാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ കണ്ടിന്യൂസ് ആയിട്ട് അവർ ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷനാണ് പ്രിഫർ ചെയ്തത്. അതുകൊണ്ട് അവർക്ക് ലെഗ്സ് ഉള്ളത് കൊണ്ട് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അവർ ലെഗ്സിനെ യൂസ് ചെയ്യാതെ വന്നതുകൊണ്ട്, വാക്കിങ്ങിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യാതെ വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഡിസ്യൂസ് കൊണ്ട് അത് റെഡ്യൂസ്ഡ് ആയിപ്പോയി, അത് ഡിജനറേറ്റ് ചെയ്തു പോയി. അപ്പോൾ ഇതിൻ്റെ ഒരു അവശേഷിപ്പായിട്ട്, ഒരു വെസ്റ്റീജിയൽ ഓർഗനായിട്ട് ഇപ്പോഴും ചില സ്നേക്സിൻ്റെയൊക്കെ ക്ലോയേക്കൽ റീജിയണിൽ ആ ഹൈൻഡ് ലിംബിൻ്റെ പോർഷൻസ് അതേപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം സ്നേക്സിന് ലിംഡ് ആയിട്ടുള്ള ആൻസിസ്റ്റേഴ്സ് ഉണ്ട്. ആ സ്നേക്സ് എന്ന് പറയുന്ന കാറ്റഗറി എന്ത് ചെയ്തു? കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ലിംസിനെ ഡിസ്യൂസ് ചെയ്തു, യൂസ് ചെയ്തില്ല. അതുകൊണ്ട് ലിംസ് ഡിജനറേറ്റ് ചെയ്ത് പോയി. അടുത്ത എക്സാമ്പിളാണ് ഫ്ലൈറ്റ്ലെസ്നെസ് ഇൻ ബേർഡ്സ്. ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഈ ഫ്ലൈറ്റ്ലെസ് ബേർഡ്സിൻ്റെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫ്ലൈയിങ് ഫോംസ് ആയിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് അവർ ഫ്ലൈയിങ് എന്ന് പറയുന്ന ആ അഡാപ്റ്റേഷൻ യൂസ് ചെയ്യാതെ വന്നപ്പോൾ അതിൻ്റെ മെഷീനറീസ്, ഫ്ലൈറ്റ് മസിൽസും അതുപോലെയുള്ള സ്ട്രക്ചേഴ്സും ഒക്കെ യൂസ് ചെയ്യാതെ വന്നപ്പോഴേക്കിന് എന്ത് സംഭവിച്ചു?
അവരുടെ എഫിഷ്യൻസി നശിച്ചു പോയി. ആ പർട്ടിക്കുലർ ഓർഗൻസ് അണ്ടർ ഡെവലപ്ഡ് ആയി. അതുകൊണ്ട് അവർ ഫ്ലൈറ്റ്ലെസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വന്നു. ഇപ്പോൾ ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് മിക്കവാറും ആ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ത്രെട്ട് എന്ന് പറയുന്നത്, അവരുടെ എനിമീസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കിന് അവർക്ക് ഫ്ലൈയിങ് എന്ന് പറയുന്ന അഡാപ്റ്റേഷൻ കൊണ്ട് വലിയൊരു അഡ്വാൻറ്റേജും ഒന്നും ഇല്ലാതെ വന്നു. അതായത് അവർ ജീവിക്കുന്ന ആ ചുറ്റുപാടിൽ തന്നെ അവർക്ക് ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്, അതുപോലെ തന്നെ പ്രൊട്ടക്ഷനുമുണ്ട്. ഇനി എനിമി പ്രഷർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കിനും ഫ്ലൈയിങ് എന്ന് പറയുന്ന അഡാപ്റ്റേഷൻ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഫ്ലൈയിങ് മെഷീനറീസ് എല്ലാം റെഡ്യൂസ്ഡ് ആയി പോയി. ഇനി അടുത്ത എക്സാമ്പിളാണ് പുവർ വിഷൻ ഇൻ കേവ് ഡ്വെല്ലിംഗ് ആനിമൽസ്. ഓക്കെ, അതായത് ഈ ഇരുട്ടുള്ള ഏരിയയിൽ, ഡാർക്ക്നെസ് ഉള്ള കണ്ടീഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ജീവിക്കുന്ന ജീവി വിഭാഗങ്ങളുണ്ട്, കേവ് ഡ്വെല്ലിംഗ് ആനിമൽസ് എന്ന് പറയും. ഓക്കെ, ഈ കേവ് ഡ്വെല്ലിംഗ് ആനിമൽസിന് ഐസ് ഉണ്ടെങ്കിൽ ആ ഐസ് കൊണ്ട് അവയ്ക്ക് പ്രയോജനമൊന്നുമില്ല. കാരണം എന്താ, അവരെപ്പോഴും ഇരുണ്ട പ്രദേശങ്ങളിലാണ്, ഇരുണ്ട ഒരു എൻവയോൺമെൻറ്റിലാണ് അവർ ജീവിക്കുന്നത്. ഡാർക്ക്നെസ് ആണ് അവരുടെ സറൗണ്ടിങ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ സറൗണ്ടിങ് എൻവയോൺമെൻറ്റിൽ നിന്നുള്ള എനിമി പ്രഷറും അവരുടെ ഫുഡും അതുപോലുള്ള റിസോഴ്സസിനെയൊക്കെ അവർ എങ്ങനെ ഡിറ്റക്ട് ചെയ്യും? വേറെ തരത്തിലുള്ള സെൻസസ് ഉപയോഗിച്ചിട്ട് അവർ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ വിഷൻ എന്ന് പറയുന്ന സെൻസ് കൊണ്ട് അവയ്ക്ക് വലിയ അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല. അപ്പോൾ ഈ കാറ്റഗറിയിലെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് അവർ ഐസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഐസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് റെഡ്യൂസ്ഡ് ആയി പോയി, ഡീജനറേറ്റ് ചെയ്ത് പോയി. ഇതാണ് പുവർ വിഷൻ കേവ് ഡ്വെല്ലിംഗ് ആനിമൽസിൽ ഉണ്ടാകാനുള്ള കാരണം, അക്കോർഡിംഗ് ടു ഡിസ്യൂസ് തിയറി. ഇനി അടുത്തത് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. വേരിയേഷൻസ് അപ്പിയർ ഇൻ ഓർഗാനിസംസ് മെയിൻലി ത്രൂ യൂസ് ആൻഡ് ഡിസ്യൂസ് of parts brought about by the conscious effort or need of the animal in response to various environmental factors. അപ്പോൾ പലതരത്തിലുള്ള വേരിയേഷനും ഓർഗാനിസത്തിൽ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള യൂസും ഡിസ്യൂസും കൊണ്ടാണ്. ഈ യൂസും ഡിസ്യൂസും ആരാണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇൻറ്റൻഷൻ ആരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകണം? ആ പൊസസിങ് ഓർഗാനിസത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകണം. ഒരു ഓർഗാനിസം അതിൻ്റെ ഇൻറ്റൻഷൻ അനുസരിച്ചിട്ട്, അതിൻ്റെ എൻവയോൺമെൻറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു? അത് തന്നെ ശ്രമിക്കുന്നു. ചില ബോഡി പാർട്സിനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം, ചില പാർട്സിനെ ഉപയോഗിക്കേണ്ട. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കിന് ആ ഓർഗാനിസത്തിൽ കാലക്രമേണ എന്തുണ്ടാവും? വേരിയേഷൻ ഉണ്ടാവും. സച്ച് വേരിയേഷൻസ് ആർ അക്വയർഡ് വേരിയേഷൻസ്. ഒരു ഓർഗാനിസം അതിൻ്റെ ലൈഫ് ടൈമിൽ അച്ചീവ് ചെയ്യുന്ന വേരിയേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്വയർഡ് വേരിയേഷൻസ് എന്ന് വിളിക്കുന്നത്. വേരിയേഷൻസ് അക്വയർഡ് ബൈ ആൻ ഓർഗാനിസം ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ് ടൈം. അപ്പോൾ ഈ അക്വയർഡ് വേരിയേഷൻസ് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. ആ ട്രാൻസ്മിഷനെയാണ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒരു ഓർഗാനിസം അതിൻ്റെ ലൈഫ് ടൈമിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് അക്വയർ ചെയ്തോ അത് ഉറപ്പായിട്ടും അതിൻ്റെ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇപ്പോൾ ഇതിനെ നമ്മൾ ഈ ജിറാഫിൻ്റെ ലോങ് നെക്ക് ഉപയോഗിച്ചിട്ട് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ജിറാഫിൻ്റെ ആൻസിസ്ട്രൽ ഫോം എന്ന് പറയുന്നത് ഒരു ഗ്രേസിംഗ് ഫോം ആണെന്ന് പറഞ്ഞു. അതിൻ്റെ നെക്കിൻ്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് കുറവായിരുന്നു. അപ്പോൾ ഗ്രാസ് ലാൻഡിൽ ജീവിച്ചിരുന്ന ആ വെറൈറ്റിക്ക് ഫുഡിന് സ്കേഴ്സിറ്റി ഉണ്ടായപ്പോൾ അത് ട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ട്രീസിലുള്ള ഫോളിയേജ്, ഇലകൾ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് അതിൻ്റെ കഴുത്ത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ, കഴുത്ത് അതിലേക്ക് അത് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് ആ കഴുത്ത് എന്ന് പറയുന്ന ആ റീജിയൻ, ആ നെക്ക് എന്ന് പറയുന്ന റീജിയനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ നെക്കിൻ്റെ ഓവറോൾ ലെങ്ത്തിന് ഇൻക്രീസ് ഉണ്ടായി. ഓക്കെ, അപ്പം ഇത് ഒരു ജനറേഷനിലുള്ള കുറേ പോപ്പുലേഷൻ, കുറേ ഇൻഡിവിജ്വൽസ്, ജിറാഫിൻ്റെ ഇൻഡിവിജ്വൽസ് ഇത് അക്വയർ ചെയ്തെന്ന് വിചാരിക്കുക. ഈ അക്വസിഷൻ ഉണ്ടായത് എങ്ങനെയാണ്? എൻവയോൺമെൻറ്റ് ഇമ്പോസ് ചെയ്ത ഒരു കണ്ടീഷൻ കൊണ്ടാണ്, സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് മെറ്റീരിയൽ. നോർമലായിട്ടുള്ള ഗ്രേസർ ആയിരുന്ന ആ വെറൈറ്റിക്ക് ഇങ്ങനെ ഒരു ട്രീസിലുള്ള ലീഫിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് വന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഫുഡിന് സ്കേഴ്സിറ്റി ഉണ്ടായപ്പോഴാണ്. അപ്പോൾ ഫുഡിന് സ്കേഴ്സിറ്റി ഉണ്ടായ ആ കണ്ടീഷൻ ആ ഓർഗാനിസത്തിന് ഒരു പുതിയൊരു നീഡ് ഉണ്ടാക്കി എന്നുള്ളതാണ്.
എന്താണ് ആ നീഡ്? അതിൻ്റെ ആ കഴുത്ത്, ആ റീജിയണിനെ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിന് ആ ശിഖരങ്ങളിലുള്ള മരത്തിൻ്റെയൊക്കെ, ചെറിയ മരത്തിൻ്റെയും ചെറിയ ബുഷസിൻ്റെയൊക്കെ ഉള്ള എന്താണ് ഇലകൾ ഭക്ഷിക്കാൻ അതിന് പറ്റത്തുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്തു? ആ നീഡിനനുസരിച്ചിട്ട് ആ പർട്ടിക്കുലർ റീജിയണിനെ, നെക്ക് എന്ന് പറയുന്ന ആ ഓർഗനെ അല്ലെങ്കിൽ ബോഡി പാർട്ടിനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ ഓർഗാനിസത്തിൽ എന്തുണ്ടായി? വേരിയേഷൻ ഉണ്ടായി. നെക്കിന് ഇൻക്രീസ്, സൈസ് ഇൻക്രീസ്, ലെങ്ത് ഇൻക്രീസ് ഉണ്ടായി എന്നുള്ളതാണ്. ഓക്കെ, ഇനി അത് അവിടെ കൊണ്ട് നിന്നില്ല. ആ പോപ്പുലേഷൻ ആ തരത്തിൽ ലെങ്ത് ഇൻക്രീസ് നെക്കിന് അച്ചീവ് ചെയ്തു. ആ അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ ആ അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് അടുത്ത ജനറേഷനിലേക്ക് അത് പാസ് ചെയ്തു. അങ്ങനെ ആ ജിറാഫിന് ലോങ് നെക്ക് ഉണ്ടായി എന്നുള്ളതാണ് ആര് പറയുന്നത്? ലാമാർക്ക് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പോർഷനിലൂടെ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിനെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. എല്ലാ ഓർഗാനിസത്തിനും അതിൻ്റെ ഓവറോൾ ബോഡി സൈസിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ബോഡി സൈസ് മാത്രമല്ല, ഇൻഡിവിജ്വൽ ബോഡി പാർട്സിനെയും സൈസ് വൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇനി ഓരോ പുതിയ ഓർഗൻസും ഉണ്ടാകുന്നത് ഓർഗാനിസത്തിൻ്റെ പുതിയ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. ഒരു ഓർഗനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഗൻ്റെ ബെറ്റർ ഡെവലപ്മെൻറ്റിന് ഈ യൂസ് കാരണമാകും. ഇനി ഡിസ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ ഓർഗൻ റെഡ്യൂസ് ചെയ്ത് പോകും. ഒരു ഓർഗാനിസം അതിൻ്റെ ലൈഫ് ടൈമിൽ അക്വയർ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉറപ്പായിട്ടും അത് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇൻക്രീസ് ഇൻ സൈസ്, ന്യൂ ഓർഗൻസ് ബേസ്ഡ് ഓൺ ന്യൂ നീഡ്സ്, ദെൻ യൂസ് ഓഫ് ഓർഗൻസ് ലീഡ്സ് ടു ബെറ്റർ ഡെവലപ്മെൻറ്റ്, ഡിസ്യൂസ് causes reduction and degeneration, then characteristics acquired by the lifetime of an organism will definitely pass to the next generation. ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇത്രയുമൊക്കെയാണ് ലാമാർക്കിസത്തിൻ്റെ മേജർ ആയിട്ടുള്ള പോസ്റ്റുലേറ്റ്സ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമ്മളിവിടെ സൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലാമാർക്കിസത്തിൻ്റെ ക്രിറ്റിസിസമാണ്. ഒരു സയൻറ്റിഫിക് തിയറി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ തിയറി എന്താണോ പറയുന്നത് അതിനെ അതേപോലെ വിഴുങ്ങുക എന്നുള്ളതല്ല സയൻസ് ചെയ്യുന്നത്. അതിനെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്തിട്ട് ആ തിയറിയുടെ ഫ്ലോസ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് സൈറ്റ് ചെയ്യും. അതാണ് ക്രിറ്റിസിസം ഓഫ് ലാമാർക്കിസം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ തിയറി കേട്ടപ്പോൾ തന്നെ പലതരത്തിലുള്ള ക്രിറ്റിസിസവും നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ പോസ്റ്റുലേറ്റ് തന്നെ നമുക്ക് നോക്കാം. എല്ലാ ഓർഗാനിസത്തിനും അതിൻ്റെ ബോഡി സൈസിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്നേറ്റ് എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത്. ഇതൊരിക്കലും നമുക്ക് യൂണിവേഴ്സലി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ചില ഓർഗാനിസം അത് മച്യൂർ ചെയ്യുമ്പോഴേക്കിന് അതിൻ്റെ സൈസിന് റിഡക്ഷനാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എക്സെപ്ഷണൽ കേസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കിന് എല്ലാ ഓർഗാനിസവും ടെൻഡൻസി ടു ഇൻക്രീസ് സൈസ് അത് യൂണിവേഴ്സൽ ആണ് എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇനി ഒരു ഓർഗാനിസത്തിൻ്റെ നീഡിനനുസരിച്ചിട്ട് പുതിയ ഓർഗൻസ് ഒന്നും ഉണ്ടാവില്ല. അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് പറക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് രാവും പകലും എനിക്ക് പറക്കണം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ എന്നാൽ ഉടനെ തന്നെ എനിക്ക് ഒരു ചിറക് ഉണ്ടായി വരുമോ? ഇല്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തുള്ള ഒരു പർട്ടിക്കുലർ കണ്ടീഷനേക്കാളും ഏരിയൽ ലൈഫ് കുറച്ചുകൂടെ വെൽ സ്യൂട്ടഡ് ആകുന്ന ഒരു കണ്ടീഷനിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോഴത്തെ ഒരു ടെറസ്ട്രിയൽ ലൈഫിനേക്കാളും ഏരിയൽ ലൈഫാണ് കുറച്ചുകൂടെ ബെറ്റർ. അതുപോലുള്ള ഒരു കണ്ടീഷൻ വരികയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് എൻ്റെ ആവശ്യമാണ് ഏരിയൽ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അഡാപ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്, അതായത് വിങ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ഞാൻ എത്ര ആഗ്രഹിച്ചാലും എത്ര തരത്തിലുള്ള നീഡ് ആ ഓർഗാനിസം എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഫീൽ ചെയ്താലും എനിക്ക് എന്തുണ്ടാവില്ല? വിങ്സ് ഉണ്ടാവില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ജനറ്റിക് കോമ്പോസിഷന് മാറ്റം ഉണ്ടാവണം. അങ്ങനെ ഒരാളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടോ ഒരു ഓർഗാനിസത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടോ ഒന്നും ഓർഗൻസ് ഡെവലപ്പ് ചെയ്യത്തില്ല. ഇനി അടുത്താണ് യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറിക്കുള്ള
ക്രിറ്റിസിസംസ്. ഓക്കെ, ഇപ്പം നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ട് കണ്ണുകൾ വളരെ ഏറെ സ്ട്രെയിൻ ചെയ്ത് ഉപയോഗിക്കും. നല്ല പുസ്തക പുഴുക്കളായിട്ടുള്ള ബുക്ക് വേംസ് ആയിട്ടുള്ള ആൾക്കാർ വളരെയധികം അവരുടെ ലൈഫ് ടൈമിൽ പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് ചിലവഴിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഐക്ക് എന്തുണ്ടാവുകയാണ്? സ്ട്രെയിൻ ഉണ്ടാവുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഐ യൂസ് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ കണ്ണുകൾ നിരന്തരമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ കണ്ണുകളുടെ പവർ കുറയാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതായത് അവർ കൂടുതൽ ഇത് റീഡിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ കാലഘട്ടം കഴിയുമ്പോഴേക്കിനും അവർക്ക് കണ്ണാടിയെ സ്പെക്ടക്കിൾസ് വെക്കേണ്ട ഒരു കണ്ടീഷനിലേക്ക് എത്തും. ഓക്കെ, അപ്പം ഐസ് ആർ കോൺസ്റ്റന്റ്ലി യൂസ്ഡ് ഫോർ റീഡിങ്. ദേ ഡു നോട്ട് ബിക്കം മോർ എഫിഷ്യൻറ്റ് വിത്ത് ഏജ്. ഏജിനനുസരിച്ചിട്ട് ഐസിന് എന്തുണ്ടാകുന്നില്ല? ഒരു ബെറ്റർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. ലാമാർക്ക് പറഞ്ഞ രീതിയിലാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് അല്ലേ ഐസ് നന്നായിട്ട് വെൽ ഡെവലപ്ഡ് ആണ് അല്ലേ? എക്സ്റേ വിഷനൊക്കെ വരണം. അതൊന്നും നടക്കുന്നില്ല, കാഴ്ച കുറയുകയാണ് ചെയ്യുന്നത്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിന് വളരെയധികം കോൺട്രഡിക്ഷൻസും ക്രിറ്റിസിസംസും ഉണ്ടായി. ഇപ്പം മേജറായിട്ട് ഇതിനെ ഒപ്പോസ് ചെയ്ത ആൾക്കാർ കൊടുത്ത എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോൺ ഇൻഹെറിറ്റൻസ് ഓഫ് മസിൽ ബൾക്ക് ആൻഡ് സ്ട്രെങ്ത് അക്വയർഡ് ത്രൂ എക്സസൈസ്. ഇപ്പം ഞാൻ നല്ലതായിട്ട് എക്സസൈസ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. എൻ്റെ അടുത്ത ജനറേഷൻ, എനിക്കുണ്ടാകുന്ന കുട്ടിക്ക് ഞാൻ എക്സസൈസ് ചെയ്തത് കൊണ്ട് നല്ല മസിൽസ് എനിക്കുണ്ടായി, അത് അടുത്ത ജനറേഷനിലേക്കും അതേപോലെ തന്നെ പാസ് ചെയ്യുമോ? മസിൽ ടോൺ എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫ് ടൈമിൽ അയാൾ അച്ചീവ് ചെയ്തെടുക്കുന്ന, എക്സസൈസ് കൊണ്ട് അച്ചീവ് ചെയ്തെടുക്കുന്ന ഒരു അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇപ്പോൾ എനിക്കുണ്ടാകുന്ന അടുത്ത ജനറേഷൻ ജങ്ക് ഫുഡിനെയും ഡിപ്പെൻഡ് ചെയ്ത് ടി വി ഒക്കെ കണ്ട് വളരെ സെഡൻറ്ററി ആയിട്ടുള്ളൊരു ലൈഫാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് എന്നെ പോലെയുള്ള ഒരു എക്സസൈസ് കൊണ്ട് ഞാൻ അച്ചീവ് ചെയ്ത ആ മസിൽ ടോണ് അവിടെ കിട്ടില്ല. ഇതേപോലെ തന്നെയാണ്, നേരെ ഓപ്പോസിറ്റ് തന്നെ വരാം. ഞാൻ വളരെ ബൾക്കിയാണ്, എൻ്റെ മസിൽ ടോൺ എന്ന് പറയുന്നത് വളരെ കുറവാണെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് കൊണ്ട് അച്ചീവ് ചെയ്ത ഈ ഫീച്ചർ, ടോട്ടൽ ഫാറ്റ് ഡിപ്പോസിഷനൊക്കെ വളരെ കൂടുതലുള്ള ഒരു കണ്ടീഷൻ, അത് അടുത്ത ജനറേഷനിലേക്ക് അതുപോലെ തന്നെ പാസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ അടുത്ത ജനറേഷൻ നന്നായിട്ട് ജോലി ചെയ്യുന്നതും കൂടുതൽ സമയം ആക്റ്റീവായിട്ടും ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ മസിൽ എന്ന് പറയുന്നത് വെൽ ഡെവലപ്ഡ് ആയിരിക്കും. ഓക്കെ, മസിൽ ടോൺ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വെൽ ഡെവലപ്ഡ് ആയിരിക്കും. അപ്പം എക്സസൈസിലൂടെ നമ്മൾ അക്വയർ ചെയ്ത മസിൽ ബൾക്കും സ്ട്രെങ്തും ഒരിക്കലും അടുത്ത ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇനി രണ്ടാമത്തതാണ് നോൺ ഇൻഹെറിറ്റൻസ് ഓഫ് പിയേഴ്സ്ഡ് ഇയർ ലോബ്സ്. അതായത് നമുക്കൊരു കസ്റ്റമാണ്, ഇത് പെൺകുട്ടികളുടെ നമ്മുടെ ഇന്ത്യൻ കസ്റ്റമാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ കാത് കുത്തുക ചെറുപ്രായത്തിൽ തൊട്ട്. ഇനി വേറെ കമ്മ്യൂണിറ്റീസിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, വേറെ രാജ്യങ്ങളിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ എന്താണ് ഈ കാത് കുത്തുക എന്ന് പറയുന്നത് ചെയ്യുന്നുണ്ടായിരിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഒരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ്. എന്ന് പറഞ്ഞാൽ പോലും ഒരു കുട്ടിയും പിയേഴ്സ്ഡ് ആയിട്ടുള്ള ഇയർ ലോബ്സുമായിട്ട് ജനിക്കുന്നില്ല. അതായത് അച്ഛനും അമ്മയ്ക്കും ഈ പറഞ്ഞ പിയേഴ്സ്ഡ് ഇയർ ലോബ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. തലമുറകളായിട്ട് അവർ ഈ പിയേഴ്സിങ് ഓഫ് ഇയർ ലോബ്സ്, കാത് കുത്തുക എന്ന് പറയുന്നത് അവർ തലമുറകളായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പോലും അവരുടെ ഉണ്ടാകുന്ന പുതിയ കുട്ടിക്ക് എന്താണ് ഓൾറെഡി ജനിക്കുമ്പോൾ തന്നെ കാതിൽ സുഷിരങ്ങളുമായിട്ട് അവർ ജനിക്കുന്നില്ല. അപ്പോൾ അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് പിയേഴ്സ്ഡ് ഇയർ ലോബ് എന്ന് പറയുന്നത്. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല. ദെൻ നോൺ ഇൻഹെറിറ്റൻസ് ഓഫ് ബാറ്റിൽ സ്കാർസ്, അതായത് യുദ്ധത്തിൽ പലതരത്തിലുള്ള അപകടങ്ങളും ഇഞ്ചുറീസും ഒക്കെ പറ്റിയിട്ടുള്ള യോദ്ധാക്കന്മാർ, സോൾജിയേഴ്സ്, അവരുടെ മക്കൾക്ക് അവർക്ക് എങ്ങനെ ഇഞ്ചുറീസ് ഉണ്ടായോ ആ പർട്ടിക്കുലർ റീജിയനിൽ ഇഞ്ചുറീസ് ഉള്ള രീതിയിലാണോ അവർ ജനിക്കുന്നത്? അങ്ങനെയല്ല. അതായത് നമുക്കുണ്ടാകുന്ന ഒരു ഫിസിക്കൽ ഡാമേജ്, ഒരു ആക്സിഡൻറ്റിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇഞ്ചുറീസ് ഒന്നും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടത്തില്ല. ദെൻ നോൺ ഇൻഹെറിറ്റൻസ് ഓഫ് സർക്കംസൈസ്ഡ് ജെനിറ്റാലിയ, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ ജൂസിലും ഒക്കെ സർക്കംസിഷൻ, പെനിസിൻ്റെ സർക്കംസിഷൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ചെയ്യാറുണ്ട്. ഒരു ആൺകുട്ടി പോലും സർക്കംസൈസ്ഡ് ആയിട്ടുള്ള പെനിസുമായിട്ട് ജനിക്കുന്നില്ല. വർഷങ്ങളായിട്ട് ഇവർ ചെയ്തെന്ന് പറഞ്ഞാൽ പോലും
അടുത്ത ജനറേഷനിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് എന്താണ് ഈ ഫോർ സ്കിന്നിൽ സർക്കംസിഷൻ നടന്ന രീതിയിലല്ല ഉണ്ടായി വരുന്നത്. ഓക്കെ, അപ്പം അതൊരു അക്വേർഡ് ആയിട്ടുള്ള ഒരു ട്രെയ്റ്റ് ആണ്. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, ഇതൊക്കെയാണ് മേജർ ക്രിറ്റിസിസംസ്. അപ്പോൾ ഇനി എന്താണ് വെയ്സ്മാൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. വെയ്സ്മാൻ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മൗസിനെ എടുത്തിട്ട് ആണിനെയും പെണ്ണിനെയും ഒരു കപ്പിളായിട്ട് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ജനറേഷൻ ഉള്ള കപ്പിൾസിനെ രണ്ടിൻ്റെയും വാലുകൾ മുറിച്ചു. എന്നിട്ട് അവയെ മേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തു. ഇപ്പം മൗസിൻ്റെ ഒരു പ്രത്യേകത, അവർ സൂട്ടബിൾ സീസണലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് ഒന്നുമല്ല. അവർ ഏത് കണ്ടീഷനിലും എന്താണ് റീപ്രൊഡ്യൂസ് ചെയ്യും. സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുന്നത് സീസണൽ അല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പം ഈ വാല് മുറിച്ച് കളഞ്ഞ ആൺ എലിയും പെണ്ണെലിയും തമ്മിൽ മേറ്റ് ചെയ്ത് അടുത്ത ജനറേഷൻ ഉണ്ടായി, ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായി. ഓക്കെ, ആ ഫസ്റ്റ് ജനറേഷനിൽ ജനിച്ച എലിക്കെല്ലാം എന്തായിരുന്നു, വാലുള്ള എലികളായിരുന്നു. ഓക്കെ, ഇനി അങ്ങനെയുള്ള ആ ഫസ്റ്റ് ജനറേഷനിലുള്ള ഒരു മെയിലിനെയും ഫീമെയിലിനെയും അദ്ദേഹം സെലക്ട് ചെയ്തിട്ട് അവർ വാല് മുറിച്ച് കളഞ്ഞിട്ട് ഇതേപോലെ തന്നെയുള്ള എക്സ്പെരിമെൻ്റ് ചെയ്തു. അടുത്ത ജനറേഷൻ ഉണ്ടായപ്പോഴും വാലുണ്ടായിരുന്നു. ഇനി ആ ജനറേഷനിൽ നിന്നെടുത്തുള്ള മെയിലിനെയും ഫീമെയിലിനെയും എടുത്ത് എഗെയിൻ വാല് മുറിച്ച് കളഞ്ഞിട്ട് മീറ്റ് ചെയ്യിപ്പിച്ചു. എന്നാലും അടുത്ത ജനറേഷനിലുണ്ടായ എലികൾക്ക് വാലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഏകദേശം ഒരു 20 ജനറേഷനോളം അദ്ദേഹം ഈ പ്രോസസ്സ് ചെയ്തു. അതായത് പേരൻസിൻ്റെ വാല് മുറിച്ച് കളഞ്ഞിട്ട് അവരെ മീറ്റ് ചെയ്യാൻ അലോ ചെയ്തിട്ട് അവരുടെ ഓസ്പ്രിങ്സിനെ നോട്ട് ചെയ്യുക, വാലുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എല്ലാവർക്കും എന്തുണ്ടായിരുന്നു, വാലുണ്ടായിരുന്നു. 20 ജനറേഷനിലും അതുപോലെ തന്നെ 21ാമത്തെ ജനറേഷനിലും അദ്ദേഹത്തിന് കിട്ടിയത് വാലുള്ള എലികളെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫിസിക്കലായിട്ടുള്ള ഇഞ്ചുറിയാണ്, അതിൻ്റെ ഒരു ബോഡി പാർട്ടിൻ്റെ ലോസ് ആണ് എന്താണ് ഈ പേരൻസ് എലികൾക്ക് സംഭവിക്കുന്നത്. അക്വയർഡ് ആയിട്ടുള്ള ലൈഫ് ടൈമിൽ അവർ അക്വയർ ചെയ്യുന്ന ഒരു ട്രെയ്റ്റ് ആണ് അവരുടെ ബോഡി പാർട്ടിൻ്റെ ലോസ് അല്ലെങ്കിൽ ഡാമേജ് എന്ന് പറയുന്നത്. പക്ഷെ അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആ അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്, വെയ്സ്മാൻ്റെ ഫേമസ് ആയിട്ടുള്ള ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഈ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സിന് ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ബ്ലോ ആണ്. ഓക്കെ, സിവിയർ ആയിട്ടുള്ളൊരു ക്രിറ്റിസിസം ആണ്. ചെയ്തത് എന്താണ്, ഓരോ ജനറേഷനിലും പേരൻസിൻ്റെ വാല് മുറിച്ച് കളഞ്ഞ് അടുത്ത ജനറേഷനെ ഉണ്ടാക്കി. ആ അടുത്ത ജനറേഷനിലെല്ലാം ഉണ്ടായ യങ് വൺസ്, ഓസ്പ്രിങ്സ് എന്ന് പറയുന്നത് വാലുകളുള്ള ടൈപ്പായിരുന്നു. ഓക്കെ, ഇതാണ് ഫേമസ് ആയിട്ടുള്ള വെയ്സ്മാൻ്റെ എക്സ്പെരിമെൻറ്റ്. ഇനി വെയ്സ്മാൻ അഡീഷണൽ ആയിട്ട് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പർട്ടിക്കുലർ തിയറി പ്രപ്പോസ് ചെയ്തു. അതാണ് വെയ്സ്മാൻ്റെ ജേംപ്ലാസം തിയറി എന്ന് പറയുന്നത്. ഇതൊരു സെപ്പറേറ്റ് കോണ്ടെക്സ്റ്റ് ആണ്, വെയ്സ്മാൻസ് ജേംപ്ലാസം തിയറി. അപ്പം ഇത് ഇങ്ങനെ ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്യാനുള്ള കാരണം ലാമാർക്ക് പ്രപ്പോസ് ചെയ്ത ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ഒരു ഓർഗാനിസം അതിൻ്റെ ലൈഫ് ടൈമിൽ അച്ചീവ് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അതിനെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്തപ്പോൾ വെയ്സ്മാന് മനസ്സിലായ കാര്യമാണ് അദ്ദേഹം ഒരു തിയറി ആയിട്ട് ഫോർമുലേറ്റ് ചെയ്തത്. ഈ തിയറിയിൽ എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് നോക്കാം. ദ ബോഡി ഓഫ് ഓർഗാനിസംസ് ഈസ് മേഡ് അപ്പ് ഓഫ് 2 types of cells. എല്ലാ ഓർഗാനിസത്തിൻ്റെയും ശരീരം 2 തരത്തിലുള്ള സെൽസ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്, സൊമാറ്റിക് സെൽസ് ആൻഡ് ജേം സെൽസ്. സൊമാറ്റിക് സെൽസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ആ കമ്പാർട്ട്മെൻറ്റിനെ സൊമാറ്റോപ്ലാസം എന്നും ജേം സെൽസിനെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ആ കമ്പാർട്ട്മെൻറ്റിനെ ജേംപ്ലാസം എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ സൊമാറ്റിക് സെൽസിൻ്റെ ഒരു കളക്റ്റീവാണ് സൊമാറ്റോപ്ലാസം, ജേം സെൽസിൻ്റെ ഒരു കളക്റ്റീവാണ് ജേംപ്ലാസം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. സൊമാറ്റിക് സെൽസ് ഓർ സൊമാറ്റോപ്ലാസം constitute the body cells except the cells of the gonads. ഓക്കെ, അപ്പോൾ ടെസ്റ്റിസും ഓവറിയും ഇതാണ് ഗൊണാഡ്സ്. ഈ ഗൊണാഡ്സിലുള്ള സെൽസ് അല്ലാതെ ബാക്കിയുള്ള ശരീരത്തിലുള്ള എല്ലാ സെൽസും ചേർന്നതാണ് ഏത് സൊമാറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ഇനി ജേം സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ ജേംപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സെക്സ് സെൽസ് ഓർ സെൽസ് ഓഫ് ദ ഗൊണാഡ്സ്. ഗൊണാഡ്സിൽ നിന്നുണ്ടാകുന്ന
സെൽസ്, അവയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സെൽസ് ആണ് ഏത് ജേം സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഗ്യാമീറ്റ്സ്, സ്പേമും ഓവവും ഒക്കെയാണ് ഗ്യാമീറ്റ്സ്. ഇതൊക്കെ എന്താണ് ജേം സെൽസ് ആണ്. എനി ക്യാരക്ടർ അക്വയർഡ് ബൈ ദ സൊമാറ്റിക് സെൽസ് ഈസ് നോട്ട് ഹെറിറ്റബിൾ. സൊമാറ്റിക് സെൽസിൽ ഏത് തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അച്ചീവ്ഡ് ആണെങ്കിലും ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒരിക്കലും അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടത്തില്ല. പക്ഷേ അങ്ങനെയല്ല ജേം സെൽസിൽ. ജേം സെൽസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായാലോ ആ ചേഞ്ചസ് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ചേഞ്ചസ് ഒക്കറിങ് ഇൻ ദ ജേം പ്ലാസം ക്യാൻ ബി ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ സൊമാറ്റിക് സെൽസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഗൊണാഡ്സിലുള്ള സെൽസ് അല്ലാതെയുള്ള ശരീരത്തിലുള്ള സെൽസ് ആണ്. അപ്പോൾ അവയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. പക്ഷേ അങ്ങനെയല്ല സെക്സ് സെൽസിൽ ഉണ്ടാകുന്ന മാറ്റം, ജേം സെൽസിൽ ഉണ്ടാകുന്ന മാറ്റം. ഗ്യാമേറ്റ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ചേഞ്ചസ് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സൊമാറ്റോപ്ലാസം വിൽ പെരീഷ് വിത്ത് ദ ഡെത്ത് ഓഫ് ദ ഓർഗാനിസം. അപ്പോൾ നമ്മൾ ഡെഡായി പോകുമ്പോഴേക്കിന് ആക്ച്വലി നമ്മുടെ ഡെത്ത് സംഭവിക്കുന്നത് ആർക്കാണ്? ഈ സൊമാറ്റോപ്ലാസത്തിലാണ്. അതായത് വേറെ രീതിയിൽ ഫിലോസഫിക്കലായിട്ടൊന്നും ഇതിനെ എടുക്കരുത്. നമ്മുടെ ബോഡി സെൽസ് എല്ലാം ഡെഡ് ആയിട്ടുണ്ട്. ഇനി ജേം പ്ലാസം നമുക്ക് അടുത്ത തലമുറയുണ്ടെങ്കിൽ ആ ജേം പ്ലാസത്തിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എന്താണ് ശരീരം, ആത്മാവ് അങ്ങനെയൊക്കെയുള്ള എന്താണ് സ്യൂഡോ സയൻസ് ഒന്നും അല്ല പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സൊമാറ്റിക് സെൽസ് അത് മോർട്ടലാണ്, അതായത് അതിന് മരണമുണ്ട്, വ്യക്തമായിട്ടുള്ള ഡെത്ത് ഉണ്ട്. സൊമാറ്റോപ്ലാസം വിൽ പെരീഷ് വിത്ത് ദ ഡെത്ത് ഓഫ് ഓർഗാനിസം. ജേം പ്ലാസം വിൽ നോട്ട് പെരീഷ് വിത്ത് ദ ഡെത്ത് ഓഫ് ദ ഓർഗാനിസം. അപ്പം പ്രാക്ടിക്കലി ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് സെൽസ് ആണ് ഇത് ജേം സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗാനിസം നശിക്കുമ്പോഴേക്കിന് ആ ജേം പ്ലാസം നശിക്കുന്നില്ല. കാരണം എന്താണ്? ജേം പ്ലാസത്തിലുള്ള മറ്റീരിയൽസ്, ഹെറിഡിറ്ററി മറ്റീരിയൽസ് എങ്ങോട്ട് പാസ് ചെയ്തിട്ടുണ്ട്? അടുത്ത ജനറേഷൻ ഉണ്ടെങ്കിൽ ആ ജനറേഷനിലുള്ള ഓസ്പ്രിങ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൊമാറ്റിക് സെൽസിന് കണ്ടിന്യൂറ്റി ഇല്ല, അത് മോർട്ടലാണ്. പക്ഷേ ജേം സെൽസിന് എന്തുണ്ട്? കണ്ടിന്യൂറ്റി ഉണ്ട്. കണ്ടിന്യൂറ്റി ത്രൂ ജനറേഷൻസ്. അപ്പോൾ ഒരെണ്ണം മോർട്ടലും മറ്റേത് ഇമ്മോർട്ടലും. ഒരെണ്ണം എന്താണ് ചിരഞ്ജീവിയാണ് ജേം സെൽസ് എന്ന് പറയുന്നത്, അതിനൊരിക്കലും മരണം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സിന് ഒരു ക്രിറ്റിസിസമായിട്ട് വരുന്നത്? അതായത് ലാമാർക്ക് മെൻഷൻ ചെയ്ത പലതരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സും ആ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം എന്തായിരുന്നു? ജേം സെൽസിൽ ഉണ്ടാകുന്ന മാറ്റമല്ല, സൊമാറ്റിക് സെൽസിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ഈ ബാറ്റിൽ സ്കാഴ്സ് അല്ലെങ്കിൽ എന്താണ് സർക്കംസൈസ്ഡ് ജെനിറ്റാലിയ, പിയേഴ്സ്ഡ് ഇയർ ലോബ്സ്, ഇതെല്ലാം ഏത് തരത്തിലുള്ള മാറ്റമാണ്? സൊമാറ്റിക് സെൽസിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അതൊരിക്കലും എന്ത് ചെയ്തില്ല, അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യത്തില്ല. പക്ഷേ ജേം സെൽസിന് ഉണ്ടാകുന്ന മാറ്റങ്ങളാണെങ്കിൽ അതൊരു ഉറപ്പായിട്ടും അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു ഓർഗാനിസം, ഇപ്പം ജിറാഫിൻ്റെ ഒരു പോപ്പുലേഷൻ വിചാരിക്കുകയാണ്, ഞങ്ങൾക്ക് എന്താണ് കഴിക്കാൻ ഭക്ഷണമില്ല ഇവിടെ, ഞങ്ങൾ എന്താണ് പുല്ല് തിന്ന് ജീവിച്ചിരുന്ന വെറൈറ്റീസാണ്, നമുക്ക് ഇനി ഇവിടെ പുല്ല് അവശേഷിക്കുന്നില്ല. ഈ ഉള്ളതെന്ന് പറയുന്നത് കുറേ ട്രീസും ഷ്രബ്സും ഒക്കെയാണ്. അത്രയും ആ ട്രീസിനെ ആക്സസ് ചെയ്യാൻ, അതിനകത്തുള്ള ഇലകളെ ഭക്ഷിക്കാൻ എൻ്റെ കഴുത്തിന് നീളവുമില്ല, ഞങ്ങളുടെ കഴുത്തിന് നീളവുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കഴുത്തിന് എന്ത് വേണം? നീളമുണ്ടാകണം. ആ നീഡ് അവർക്ക് എന്ത് ചെയ്തു? ഫീൽ ചെയ്തു. അവരെന്ത് ചെയ്തു? കണ്ടിന്യൂസ് ആയിട്ട് ആ നെക്ക് റീജനെ എന്ത് ചെയ്യാണ്? യൂസ് ചെയ്യാണ്. ആ യൂസ് ചെയ്തത് കൊണ്ട് മാത്രം അവരുടെ ആ പർട്ടിക്കുലർ പോർഷൻ ബെറ്റർ ഡെവലപ്ഡ് ആകണമെന്ന് ഇല്ല, ഒരു കാര്യം. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ജനറേഷൻ ഇത് യൂസ് ചെയ്തത് കൊണ്ട് എന്ത് സംഭവിച്ചിരിക്കാം? അവരുടെ നെക്ക് റീജിയണിന് ഓവറോൾ ലെങ്തനിങ് ഉണ്ടായി കാണാം. പക്ഷേ അടുത്ത ജനറേഷനിലേക്ക് അത് പാസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താ? അവരുടെ ഉണ്ടായ ആ മാറ്റം എന്ന് പറയുന്നത് എവിടെ ഉണ്ടായ മാറ്റമാണ്? സൊമാറ്റിക് സെൽസിൽ ഉണ്ടായ മാറ്റമാണ്. അത് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ജേം സെൽസിൽ ഉണ്ടാകുന്ന മാറ്റം അങ്ങനെയല്ല, അത് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എന്താണ്
ഈ ലാമാർക്കിസത്തിൻ്റെ പ്രസൻറ്റ് സ്റ്റാറ്റസ്, ഇപ്പോൾ ഈ തിയറിയെ എങ്ങനെയാണ് സയൻറ്റിസ്റ്റുകൾ ബയോളജിസ്റ്റുകൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ ആക്സെപ്റ്റബിൾ അല്ല, നോട്ട് ആക്സെപ്റ്റബിൾ ബേസ്ഡ് ഓൺ ദ മോഡേൺ നോളജ് ഓഫ് ഇൻഹെറിറ്റൻസ്. അതായത് മെൻഡലിയൻ ഇൻഹെറിറ്റൻസ് പാറ്റേൺ, മെൻ്റൽ ലോസ്, പിന്നെ ജനറ്റിക്സ്, മോഡേൺ ഫൈൻഡിങ്സ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് അല്ല ലാമാർക്ക് എന്ന് പറയുന്നത്. ലാമാർക്ക് പറയുന്നത് എന്താ, ചുമ്മാ ഒരു ഓർഗാനിസത്തിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഓർഗൻസ് വെൽ ഡെവലപ്ഡ് ആവും, ഡിസ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അണ്ടർ ഡെവലപ്ഡ് ആവും എന്നൊക്കെ ഉള്ളതാണ്. ഇതൊന്നും മോഡേൺ ജനറ്റിക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മോഡേൺ ജനറ്റിക്സ് ഇതിനെല്ലാം ബ്ലണ്ടറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓർഗാനിസത്തിന് മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ, പുതിയ ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ജനറ്റിക് മേക്കപ്പിൽ ചേഞ്ച് ഉണ്ടാകണം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മ്യൂട്ടേഷൻസും അതുപോലുള്ള ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലുള്ള ഫാക്ടേഴ്സ് വർക്ക് ചെയ്യണം. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് acceptable based on the modern knowledge of inheritance. Then hereditary characters are produced by the action and interaction of genes. Okay, ഓരോ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജീൻസ് അല്ലെങ്കിൽ ജീൻസിൻ്റെ കളക്റ്റീവ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ജീൻസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കും ക്യാരക്ടേഴ്സ് കൺട്രോൾഡ് ആവുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഓർഗാനിസത്തിൻ്റെ നീഡിനനുസരിച്ചിട്ട് ഈ ജീൻസിൽ മാറ്റം ഉണ്ടാവത്തില്ല. ക്യാരക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന് വേരിയേഷൻ ഉണ്ടാവണമെങ്കിൽ ജീൻ കോമ്പിനേഷനും അല്ലെങ്കിൽ ജീനിൻ്റെ ഓവറോൾ കോൺസ്റ്റിറ്റ്യൂഷനിലും വ്യത്യാസം, മ്യൂട്ടേഷനൊക്കെ വഴി ഉണ്ടാകണം. ഇതുപോലുള്ള മാറ്റങ്ങളൊന്നും എന്താ ജസ്റ്റ് ഓർഗാനിസത്തിൻ്റെ നീഡിനനുസരിച്ചിട്ടൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ, ലാമാർക്ക് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീൻസ് എന്താണ്, അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ എന്താണ്, DNA എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെ അറിയത്തില്ല. DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നീടാണ്. അല്ലെങ്കിൽ DNA ഓവറോൾ സ്ട്രക്ചറൊക്കെ വരുന്നത് 1950s 60s ഒക്കെയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്തത് കൊണ്ട് അവർ ഇൻഹെറിറ്റൻസിനെ എന്താണ്, ഒരു ഓർഗാനിസം അക്വയർ ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും എന്നുള്ളത് രീതിയിൽ അവർ വിശ്വസിച്ചു. The characters are transmitted through the chromosomes of the gametes and not through somatic cells. ഇപ്പോൾ സൊമാറ്റിക് സെൽസിലൂടെ ഒരിക്കലും ക്യാരക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടത്തില്ല, ഗ്യാമേറ്റ്സിലുള്ള ക്രോമസോംസ് വഴിയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ജേം പ്ലാസത്തിനകത്ത് അല്ലെങ്കിൽ ജേം സെൽസിനകത്ത് മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ലാമാർക്ക് ഹാസ് നോ ഐഡിയ അബൌട്ട് ജീൻസ്, ക്രോമസോംസ്, ജനറ്റിക് കോഡ് എക്സെട്ര. ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയയുമില്ല. ഇത് ലാമാർക്കിൻ്റെ വലിയൊരു ഇഗ്നോറൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അന്നത്തെ ആൾക്കാർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഇതെല്ലാം മോഡേൺ ആയിട്ടുള്ള ഫൈൻഡിങ്സ് ആണ്. മോളിക്കുലാർ ബയോളജിയിലും സെൽ ബയോളജിയിലും ജനറ്റിക്സിലും ഉണ്ടായ മോഡേൺ ഫൈൻഡിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കൺസെപ്റ്റ്സിനെ മനസ്സിലാക്കാത്തത് കൊണ്ട് ലാമാർക്കിസത്തിന് വളരെയധികം ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അതായത് അതിനകത്തുള്ള കൺസെപ്റ്റ്സിനെ കൂടുതലും ആക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഹെൻസ് ലാമാർക്കിസം ഈസ് റിജക്റ്റഡ് ടുഡേ. അപ്പം ലാമാർക്കിസത്തിനെ ഇപ്പോൾ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാസമാണ് ആ ഒരു കാർട്ടൂൺ രൂപത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു മുകളിലത്തെ ചില്ലയിലുള്ള ഇലയെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ജിറാഫ് സ്ട്രെച്ച് ചെയ്യുകയാണ്. അപ്പോൾ പ്രോപ്പർലി അതിൻ്റെ മേറ്റ്, അതിൻ്റെ കപ്പിള് പറഞ്ഞു കൊടുക്കുകയാണ്, അതിൻ്റെ പാർട്ട്ണർ പറഞ്ഞു കൊടുക്കുകയാണ്, സ്ട്രെച്ച് തിങ്ക് അബൌട്ട് ദ ചിൽഡ്രൻ. അതായത് സ്ട്രെച്ച് ചെയ്തോ, കഴുത്ത് പരമാവധി നീട്ടാവുന്നത്രയും നീട്ടി ആ ഇലകൾ ഭക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചോ. എന്തിനു വേണ്ടിയിട്ടാണ്? അടുത്ത ജനറേഷനിലുള്ള കുട്ടികൾ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് നീളമുള്ള കഴുത്തുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രീവിയസ് ജനറേഷൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ നെക്ക് റീജിയനെ യൂസ് ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വളരെയധികം എന്താണ് ബ്ലണ്ടേഴ്സ് ഉള്ള ഒരു തിയറിയാണ് എന്ന് പറഞ്ഞാൽ പോലും അതിനകത്തുള്ള കുറേ കൺസെപ്റ്റ്സ് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, അപ്പോൾ ലാമാർക്കിസം എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേജർ എക്സാമ്പിൾസ് യൂസ് ആൻഡ് മിസ്യൂസ് തിയറി, ദെൻ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ക്രിറ്റിസിസംസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ടിത് മനസ്സിലാക്കിയെടുക്കുക.